ചരിത്രത്തിലുടനീളം രക്തദാഹികളായ ഒരുപാട് രാജാക്കന്മാരെയും ചക്രവർത്തികളെയും കാണാം. എന്നാൽ ആരായിരുന്നു അവരിൽ ഏറ്റവും വലിയ ഭീകരൻ? ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ? രണ്ടിനും ഒരു ഉത്തരമേ ഉള്ളൂ: ചെങ്കിസ് ഖാൻ. ആ പേര് നമുക്കൊക്കെ വളരെ സുപരിചിതമാണെങ്കിലും അയാളുടെ ചരിത്രം അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ചെങ്കിസ് ഖാന്റേത് അസാധാരണങ്ങളിൽ അസാധാരണമായ ചരിത്രങ്ങളിൽ ഒന്നാണ്. ഉദാഹരണത്തിന്, കേരളത്തിലെ ഒരു ജില്ലയിലുള്ള ജനങ്ങളെ ഉപയോഗിച്ച് കാനഡയിൽ തുടങ്ങി ബ്രസീൽ വരെ എത്തുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക എന്നാൽ ഒരൽപ്പം അതിശയം നിറഞ്ഞ ചരിത്രം തന്നെയല്ലേ? ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വീരസാഹസികനായ ചക്രവർത്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് അനേകം രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വലിപ്പം 21 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ ഈ വലിപ്പം മറ്റ് ചില സാമ്രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ഒരു വലിപ്പമേ ആയിരുന്നില്ല എന്നും മനസ്സിലാക്കാം. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം നെപ്പോളിയന്റെക്കാൾ 2.5 ഇരട്ടിയായിരുന്നു. അതായത് 52 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഗ്രീസ് മുതൽ തെക്ക് ഈജിപ്ത് വരെയും പടിഞ്ഞാറ് പാകിസ്ഥാൻ വരെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം നീണ്ടു പരന്നു കിടന്നു. അലക്സാണ്ടർ ചക്രവർത്തി നടത്തിയ പടയോട്ടം ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിലായിരുന്നു. നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ വലിപ്പം 33 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറുടെ സാമ്രാജ്യം ഭാരതത്തേക്കാൾ 1.6 മടങ്ങ് വലുതായിരുന്നു എന്നർത്ഥം. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മുഗൾ സാമ്രാജ്യത്തിന്റെ വലിപ്പം ഏതാണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടേതോളം വരുമായിരുന്നു. ഒരു വ്യക്തി സൈന്യത്തെ നയിച്ച് സ്വയം യുദ്ധക്കളത്തിലിറങ്ങി പടവെട്ടി രാജ്യങ്ങൾ പിടിച്ചടക്കി സ്ഥാപിച്ച സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളത് ഈ പറഞ്ഞവയ്ക്കൊന്നുമല്ല. മംഗോളിയയിലെ ജെങ്കിസ് ഖാന്റെ മംഗോൾ സാമ്രാജ്യമായിരുന്നു അത്. 330 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. മംഗോളിയ മുതൽ ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, കാസ്പിയൻ കടലിന്റെ പടിഞ്ഞാറുള്ള ജോർജിയ, ഇങ്ങനെ അതിവിസ്തൃതമായ ഭൂഭാഗമായിരുന്നു ചെങ്കിസ് ഖാന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒഴിഞ്ഞുകിടക്കുന്ന പുൽത്തകിടികളും കുന്നുകളും നിറഞ്ഞ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്നത്തെ മംഗോളിയ. ഇന്ത്യയുടെ പകുതി വലിപ്പമേ അന്ന് മംഗോളിയയ്ക്കുള്ളൂ. അധികം അറിയപ്പെടാതെ കിടന്ന ഈ മംഗോളിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായിരുന്ന ചക്രവർത്തിക്ക് ജന്മം കൊടുത്തതെന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നും. ചെങ്കിസ് ഖാന്റെ ജനനം ഏത് വർഷമായിരുന്നുവെന്ന് കൃത്യമായി ഇന്നും അറിയില്ല. 1162 ആയിരിക്കാമെന്ന് കരുതപ്പെടുന്നു. സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു തേമൂജിന്റെയും ബാല്യം. 9-ാം വയസ്സിൽ പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ പോയ തേമൂജിൻ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു. രണ്ടുപേരും വിവാഹിതരായി. ബോർത്തെ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. തേമൂജിനെ തന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് യസൂഗ മടങ്ങി. ബോർത്തേക്കും തേമൂജിനും പക്ഷെ അധിക കാലം ഒന്നിച്ചു കഴിയാൻ സാധിച്ചില്ല. യസൂഗെ താർത്താറുകൾക്ക് വേണ്ടി ആരോ വിഷം കൊടുത്ത് ചതിച്ചു കൊന്നു. തന്റെ ഭാര്യയെ അവളുടെ പിതാവിനടുത്ത് തന്നെ നിർത്തി നാട്ടിൽ മടങ്ങിയെത്തിയ തേമൂജിനെ വരവേറ്റത് പഴയ സാഹചര്യങ്ങളൊന്നുമായിരുന്നില്ല. തേമൂജിന്റെ അമ്മയും മക്കളും പട്ടിണിയായി. അച്ഛനില്ലാത്ത പക്വത എത്താത്ത കുട്ടികളായ മക്കൾ തമ്മിൽ കലഹം പതിവായി. ഒരിക്കൽ തേമൂജിന്റെ തർക്കത്തിനിടയിൽ സ്വന്തം സഹോദരനെ തന്നെ വധിച്ചു. തുടർന്ന് തേമൂജിനെ സ്വന്തം ഗോത്രത്തിൽ കൈയൊഴിഞ്ഞുവെങ്കിലും ശത്രുക്കൾക്ക് അവനെ വേണമായിരുന്നു. അവർ യഹൂസയുടെ കുടുംബത്തെ വേട്ടയാടുകയും തേമൂജിനെ പിടികൂടി അടിമയാക്കുകയും ചെയ്തു. കൗമാരത്തിന്റെ നല്ലൊരു പങ്ക് തേമൂജിൻ അടിമ ജീവിതം നയിച്ചു. പക്ഷേ ഒരു രാത്രി കാവൽക്കാരൻ അവരോട് സഹതാപം കാണിച്ചു. അവിടെ നിന്നും ചാടി മടങ്ങിയെത്തിയ തേമൂജിൻ വളരെ വേഗം പ്രശസ്തനായി. യോദ്ധാക്കളുടെ ഒരു ചെറു സംഘമുണ്ടാക്കി അവൻ മറ്റൊരു യസൂഗിയായി പെട്ടെന്ന് വളർന്നു. അമ്മയെയും ഭാര്യയെയും തിരികെ കൊണ്ടുവന്നു. പക്ഷേ ശത്രുക്കൾ വീണ്ടും തെമൂജിനെ ആക്രമിച്ചു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നതിനാൽ തെമൂജിൻ കാട്ടിലേക്ക് പലായനം ചെയ്തു. തെമൂജിന്റെ ഭാര്യയെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഭർത്താവ് തന്നെ ഉപേക്ഷിക്കില്ല എന്ന് വിശ്വസിച്ച ബാർത്തേക്ക് തെറ്റിയില്ല. ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഭാര്യയെ തെമൂജിൻ മോചിപ്പിച്ചു. താർത്താറുകളുടെ വംശനാശം വരുത്തേണ്ടത് തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അനിവാര്യമാണെന്ന് മംഗോളുകൾ ആദ്യമേ വിശ്വസിച്ചിരുന്നു. താർത്താറുകളോട് കുടിപ്പകയുണ്ടായിരുന്ന തേമൂജിന് കീഴിൽ അവർ അണിനിരന്നു. താർത്താറുകളുടെ വംശഹത്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന തേമൂജിൻ മംഗോളിയക്കിടയിൽ വലിയ നേതാവായി മാറി. 1206 എല്ലാ ഗോത്രങ്ങളെയും മംഗോളിയയിലെ പുരാതന തടാകത്തിന്റെ കരയിൽ വിളിച്ചു കൂട്ടുകയും മംഗോളിയ എന്ന പുതിയ ഒരു നാട് പിറവിയെടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് അയാൾ പിൻകാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ പേര് അല്ലെങ്കിൽ പദവി സ്വീകരിച്ചു: ചെങ്കിസ് ഖാൻ.
ജീവിതത്തിലുടനീളം ഭാഗ്യം തന്റെ ഒപ്പമുണ്ടെന്ന് ചെങ്കിസ് വിശ്വസിച്ചിരുന്നു. ലോകം കീഴടക്കേണ്ടത് തന്റെ കടമയോ നിയോഗവുമായി അയാൾ കരുതി. ഒരു പട്ടണത്തെ ആക്രമിക്കുമ്പോൾ ചെങ്കിസ് ഖാൻ അവിടുത്തെ രാജാവിന് ഒരു മുന്നറിയിപ്പ് നൽകും: നിരുപാധികം കീഴടങ്ങുക. കീഴടങ്ങുന്നില്ലെങ്കിൽ ഈ കടാരയേക്കാൾ ഉയരമുള്ള സകലരെയും ഞങ്ങൾ കൊല്ലും. ചില രാജാക്കന്മാർ എതിരാടാനൊരുങ്ങാതെ കീഴടങ്ങിയവരോട് ചെങ്കിസ് ഖാൻ ദയവ് കാണിച്ചു. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ എതിരിട്ടു. അവിടെ ജനതകൾ നിഷ്കരുണം വധിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഭീകരമായ യുദ്ധമായിരുന്നു പേർഷ്യയിൽ നടന്നത്. ഒന്നിനു പുറകെ ഒന്നായി പേർഷ്യൻ നഗരങ്ങൾ മംഗോളിയയ്ക്ക് മുൻപിൽ വീണു. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കൂട്ടത്തോടെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെട്ടിക്കൊന്നു. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ മനുഷ്യരെ വധിച്ചു മംഗോളികൾ. ഇത്തരം ആക്രമണങ്ങളിൽ ചെങ്കിസ് ഖാന്റെ 50,000-ഓളം വരുന്ന സൈന്യത്തിലെ ഓരോരുത്തരും 24 പേരെ വീതം കൊല ചെയ്യണമെന്ന് പറയപ്പെട്ടിരുന്നു. വിജയകരമായ ഓരോ ആക്രമണത്തിലും കൈക്കലാക്കിയ വിലപ്പെട്ട മുതലുകളെല്ലാം അയാൾ സൈനികരുമായി പങ്കുവച്ചു. എന്നാൽ അതിസുന്ദരികളായ സ്ത്രീകൾ ഖാനിന് മാത്രമുള്ളതായിരുന്നു. പടയോട്ടത്തിനുടനീളം 100 കണക്കിന് സ്ത്രീകളെ ചെങ്കിസ് ഭാര്യയാക്കി. അവരിലൊക്കെ അനേകം സന്താനങ്ങളും ഉണ്ടായി. ഇതിന്റെ പരിണത ഫലങ്ങൾ ജനിതക ശാസ്ത്രജ്ഞരുടെ ഒരു അന്താരാഷ്ട്ര സംഘം ഏഷ്യയിലൊട്ടാകെ നടത്തിയ ജനിതക പഠനങ്ങളിൽ തെളിയിക്കുന്നത് ഏതാണ്ട് 3.5 കോടിയിലേറെ പേരുടെ പൂർവിക പിതാമഹൻ 800 വർഷം മുമ്പ് മംഗോളിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ്. ഈ മംഗോളിയൻ ചെങ്കിസ് ആവാതെ വേറെ ആരുമാകാൻ തരമില്ല. മംഗോളിയയിലെ കിയാത് വർഗത്തിൽ പിറന്നയാൾ ആയിരുന്നെങ്കിലും ചെങ്കിസ് ഖാൻ മതസഹിഷ്ണുത ഉള്ള ആളായിരുന്നു. അദ്ദേഹം അന്യമതങ്ങളിൽ നിന്ന് തത്വശാസ്ത്രപരവും സദാചാരപരവുമായ പാഠങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിച്ചു. ഇതിനായി ബുദ്ധമതത്തിലെയും ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിലെയും പുരോഹിതന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. 1227 നീണ്ട 20 വർഷത്തെ പടയോട്ടത്തിനു ശേഷം ചെങ്കിസ് ഖാൻ മരണത്തിന് മുൻപിൽ കീഴടങ്ങി. മരിക്കുമ്പോൾ മനുഷ്യ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ചക്രവർത്തിയും ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയുമായിരുന്നു ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ മൃതദേഹം വലിയ നിധിക്കും 1000-ഓളം കുതിരകൾക്കുമൊപ്പം മംഗോളിയയിൽ എവിടെയോ അടക്കം ചെയ്തു. ചെങ്കിസ് ഖാന്റെ നിഷ്ഠൂരമായ പട്ടാളം കൊന്നൊടുക്കിയത് 100 കണക്കിനോ 1000-കണക്കിനോ ആളുകളെ ആയിരുന്നില്ല. രാജ്യങ്ങൾ പിടിച്ചടക്കി സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള തുരക്കിടയിൽ 4 കോടി എതിരാളികളെയാണ് അദ്ദേഹത്തിന്റെ സൈന്യം കൊന്നൊടുക്കിയത്. ഇക്കാരണത്താൽ ചെങ്കിസ് ഖാന്റെ നാമധേയം ക്രൂരതയുടെ പര്യായമാണെന്ന് ലോകം അനുസ്മരിക്കുന്നു. ഹിറ്റ്ലറാണ് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകി എന്ന് കണക്കാക്കപ്പെടുന്നത്. 2ാം ലോക മഹായുദ്ധത്തിനിടയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സൈന്യ വിഭാഗങ്ങൾ 1,10,00,000 സാധാരണക്കാരെ കൊന്നൊടുക്കിയെന്ന് ചരിത്രം പറയുന്നു. ഇതിന്റെ 4 ഇരട്ടിയായിരുന്നു ചെങ്കിസ് ഖാന്റെ സൈന്യത്തിന്റെ കണക്കിൽ ചരിത്രം കുറിച്ചു വെക്കുന്നത്. 4 കോടി മനുഷ്യരെ കൊന്നടക്കിയ ചെങ്കിസ് ഖാന്റെ മുൻപിൽ അഡോൾഫ് ഹിറ്റ്ലർ വെറും ശിശുവാണെന്ന് തന്നെ പറയാം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.